ശ്രീ മോഹൻ വർഗീസ്, ഇതിലെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ തന്നെ നമുക്കെല്ലാം അറിയാവുന്നതാണ്. കാരണം ഈ 5 ഗ്യാരണ്ടികളായിരിക്കും ഉണ്ടാവുക. അത് ന്യായ് ഗ്യാരണ്ടി എന്നാണ് അറിയപ്പെടുക. അത് ഈ നീതി ഉറപ്പാക്കാനാണല്ലോ ഈ ഗ്യാരണ്ടികൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കുള്ള ഗ്യാരണ്ടികൾ, കർഷകർക്കുള്ളത്, തൊഴിലാളികൾക്കുള്ളത്, യുവാക്കൾക്കുള്ളത്, അതുപോലെ തന്നെ തുല്യത ഉറപ്പുവരുത്തുവാനുള്ള ആ ഗ്യാരണ്ടിയും. അങ്ങനെ 5 ന്യായ് ഗ്യാരണ്ടി, ഇതിലാണല്ലോ പ്രകടന പത്രികയുടെ കാതൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തെങ്കിലും പുതുമ അവകാശപ്പെടാവുന്ന ഒന്നാണോ, അതോ വെറുതെ കുറെ വാഗ്ദാനങ്ങൾ എന്നേ ഉള്ളൂ കോൺഗ്രസ് പ്രകടന പത്രികയ്ക്ക്? ഇതിന് കാരണം മോദി ഗ്യാരണ്ടി എന്നുള്ള ഒരു വലിയ വെല്ലുവിളി കോൺഗ്രസിന് മുന്നിലുള്ള സമയത്താണല്ലോ ഈ പ്രകടന പത്രിക ഇറങ്ങുന്നത്. മഞ്ജുഷ്, ഗ്യാരണ്ടികളുടെ പെരുമഴക്കാലത്താണല്ലോ ഇപ്പോൾ സംവിധായകർ ജീവിക്കുന്നത്. ഇവിടെ മോദിയുടെ ഗ്യാരണ്ടി എന്നത് വളരെ ഉച്ചത്തിൽ പല ആവർത്തി കർണപുടങ്ങളിൽ വന്നടിക്കുന്ന ആ ഒരു കാലത്തെ അതിന് ബദലായി അതിനോട് മാച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്യാരണ്ടികളുടെ ഒരു വലിയ സമാഹാരമാണ് ന്യായ് ഗ്യാരണ്ടി പദ്ധതി. പഞ്ച ന്യായ് ഗ്യാരണ്ടി 5 തൂണുകളിലാക്കി, 5 വ്യത്യസ്ത പില്ലേഴ്സാക്കി, 5 ജനവിഭാഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലേക്കെല്ലാം നീതിയുടെ, സമത്വത്തിൻ്റെ ആ ഒരു സന്ദേശം എത്തത്തക്ക രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു പ്രത്യയശാസ്ത്രപരമായി നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ 1955 കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ ഐഡിയോളജി, 1885 മുതൽ കോൺഗ്രസ് പാർട്ടിയുണ്ട്. പക്ഷേ ആവടി സെഷനിൽ 1955 കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രത്യയശാസ്ത്രം കൊണ്ടുവന്നത്. അതാണല്ലോ ഡെമോക്രാറ്റിക് സോഷ്യലിസം, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി ത്രൂ ഡെമോക്രാറ്റിക് മീൻസ്. ഇതിൽ നിന്നും വളരെയധികം കോൺഗ്രസ് പാർട്ടി വ്യതിചലിച്ചു. സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടിൽ നിന്നും ഒരു 80കളുടെ അവസാനം 90കളിൽ വളരെ വലിയ തോതിൽ വ്യതിചലിക്കുകയും ഒരു ഉദാരവൽകൃത കമ്പോളവൽകൃത ക്രമത്തിൽ ഇന്ത്യയെ കൊണ്ടുവരുന്നതിന് നിർണായകത്വം വഹിച്ചത് BJP അല്ല, മറിച്ച് കോൺഗ്രസ് തന്നെയാണ്. നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ. ആ ഒരു കാര്യം ഇപ്പോൾ അതിനൊരു പുതുമയുണ്ട്. കാരണം കോൺഗ്രസ് കൊണ്ടുവന്നതിനേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടി ആ റിഫോംസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ബെനിഫിറ്റാണ് ഒരു പരിധിവരെ ഈ ഇന്ത്യയുടെ വികസനം. വികസിത് ഭാരത് 2047 ഭാരതം വികസിത ഭാരതമാകും, വികസിത രാജ്യത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന ആ ഒരു മോദിയുടെ ഉറപ്പാണ്. അതിനെ വികസനത്തിൽ മറ്റൊരു മുഖം നൽകുന്ന ഒരു പ്രകടന പത്രികയാണ് ഇന്ന് AICC ഓഫീസിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും മുൻ പ്രസിഡന്റ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ P. ചിദംബരം അവതരിപ്പിച്ചത്. ഇതിൽ നോക്കൂ, ഒരു ത്രിതല പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ക്ഷേമം, അതുപോലെ തൊഴിൽ, അതുമാത്രമല്ല വരുമാനം, ഈ 3 കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന, അതുപോലെ യുവാക്കൾ, വനിതകൾ, കർഷകർ, അടിസ്ഥാന വിഭാഗം, ഇങ്ങനെയുള്ളവർക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. ഇവിടെ ഇതിനകത്ത് വായിച്ചു നോക്കുമ്പോൾ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു നയം, അത് എടുത്തു പറയാൻ പറ്റുന്നത് ഏത് എന്ന ചോദ്യത്തിന് താങ്കൾ ഏത് ഉത്തരം നൽകും? എന്താണ് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസിന് രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ വെക്കുവാനുള്ള ഒരു നയം അല്ലെങ്കിൽ ഒരു പദ്ധതി? ഇതിനെ ഒരു അബ്സ്ട്രാക്ഷൻ ഇതിനകത്ത് കാണാം. മഞ്ജുഷ്, ആ നിരീക്ഷണം കറക്റ്റാണ്. ഒരു വലിയ തോതിലുള്ള ഒരു അമൂർത്തമായ ആശയങ്ങളെ പരമാവധി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. പക്ഷേ ഇത് വളരെ ദീർഘമായ ഒരു പോളിസിയാണ്. കാരണം ഇതൊക്കെ വേണ്ടിയിരുന്ന ഒരു പ്രകടന പത്രിക എന്ന് പറയുമ്പോൾ അതിന് ബ്രെവിറ്റി എന്ന് പറയുന്ന ഒരു ക്യാച്ച് വേർഡ് ഉണ്ട്. അത് വളരെ ബ്രീഫ് ആയിരിക്കണം. ബുള്ളറ്റ് പോയിന്റിൽ മനുഷ്യന് മനസ്സിലാകുന്ന ന്യായമായ കാര്യങ്ങളാണെങ്കിൽ, പെട്ടെന്ന് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ നല്ലത്. പക്ഷേ ഇത് വളരെ ഇലാബറേറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. ഇതിനകത്തെ അന്തസത്ത അവർ പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഷ്യം ഇതാണ്: കഴിഞ്ഞ 10 വർഷം ഭരണഘടനാ സ്ഥാപനങ്ങളും സംവിധാനവും ആകപ്പാടെ ഈ നിശ്ചലമായിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ ആർജിച്ചിരിക്കുന്നു. അതിനെ പുട്ട് ഇറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, അതിനുവേണ്ടി സിസ്റ്റമിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് എണ്ണി പറഞ്ഞത് അഗ്നിവീർ പദ്ധതി ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യും, അതുപോലെ BJP കൊണ്ടുവന്ന മറ്റ് പല പദ്ധതികളും വേണ്ട എന്ന് വെക്കും എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഡിമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ GST പോലും ഒരു പുനർവിചിന്തനം പറയുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി വളരെ വലിയ ഒരു സാമ്പത്തിക ഒരു കാറ്റക്ലിസ്മത്തിന് ഉള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അവിടെയാണ് ഈ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യം ഒരു റിഫോംസ് എന്നൊക്കെ പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. അതാണല്ലോ ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ നമ്മൾ റിഫോംസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ പിന്നീട് പുറകോട്ട്
കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വേറൊരു ഡയറക്ഷനിൽ, അത് പുറകോട്ടൊന്നും ഞാൻ പറയുന്നില്ല, മറ്റൊരു ഡയറക്ഷനിൽ. പക്ഷേ അതിന് കോൺഗ്രസ് പാർട്ടി പറയുന്നത് ഈ വികസനം എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല, നഗരവികസനം മാത്രമല്ല, പിന്നെ വരേണ്യവർഗത്തിൻ്റെ വികസനം മാത്രമല്ല, വ്യാവസായിക വികസനം മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളിലേക്കും വികസനം എത്തുന്ന രീതിയിലാണ് വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഈ വികസനത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. അത് മാത്രമല്ല മഞ്ജുഷ്, ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന 2 രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്. തീർച്ചയായും ഉണ്ടാകും, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉറപ്പായും ഉണ്ടാകും എന്ന് പറയുന്ന 2 തീരുമാനം, 2 പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു. ഒന്ന്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് 2 വാക്ക് പറയും. അത് കംപ്ലീറ്റ്ലി ഞങ്ങൾ സ്ക്രാപ്പ് ചെയ്യും അധികാരത്തിൽ വന്നാൽ എന്ന ഉറപ്പ് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അത് കംപ്ലീറ്റ്ലി തമസ്കരിച്ചിരിക്കുകയാണ്. 2, ജമ്മു ആൻഡ് കാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കും എന്ന് പറയുമ്പോഴും ആർട്ടിക്കിൾ 370 അനുസരിച്ചുള്ള പ്രത്യേക പദവി ജമ്മു ആൻഡ് കാശ്മീരിന് ലഭിക്കും എന്ന് പറയുന്നില്ല, എടുത്തു പറയുന്നില്ല എന്നത് പ്രത്യേകമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. വയനാടിൽ കോൺഗ്രസിൻ്റെ പതാകകളും മുസ്ലിം ലീഗിൻ്റെ പതാകകളും ഒഴിവാക്കി രാഹുൽ ഗാന്ധിയുടെ പടം മാത്രം വെച്ച് വേറിട്ട മാത്രം കാണിച്ചതുപോലെ ആരെയും ഒരു വിഭാഗത്തെയും പ്രൊവോക്ക് ചെയ്യണ്ട, ഈ ഒരു സുഖകരമായ ആലസ്യത്തിൽ ഇങ്ങനെ പോകാം, തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് പോൾ ദിനത്തിന് തൊട്ട് തലേന്ന്, അല്ലെങ്കിൽ ആ ഒരു റണ്ണപ്പ് ടു ദ പോളിൽ വലിയ രീതിയിലുള്ള ഈ വൈകാരിക വിഷയങ്ങൾ എടുത്താൽ ഒരുപക്ഷെ വിപരീത ഫലം ചെയ്യാം.